അർബൻ മേഖല പൂർണ്ണമായി യൂത്ത് വോട്ട്, വിമൻ വോട്ട്, മൈനോറിറ്റി വോട്ട്, SC വോട്ട് ഇതൊക്കെ ഈ TVKയിലേക്ക് അങ്ങ് പോയെന്നുള്ളതാണ്. DMKക്കാണ് ഏറ്റവും വലിയ നഷ്ടം ഉണ്ടാക്കിയത്. DMKയുടെ വോട്ട് ബാങ്ക് അങ്ങ് കംപ്ലീറ്റ് എടുത്തു കളയുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസാണ് TVKയുടെ ഭാഗത്ത്. പക്ഷേ ADMKക്കാണെങ്കിലും പ്രതീക്ഷിച്ച രീതിയിൽ ഭരണവിരുദ്ധ വോട്ടുകൾ യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയ ഒരു മാറ്റത്തിൻ്റെ പാതയിലാണ്. അതെ, അത് എത്രത്തോളം മുതലാക്കാൻ കഴിയുമെന്നുള്ളതാണ് BJPയുടെ സാധ്യതകൾ. അതെ. തമിഴ്നാടിനെ സംബന്ധിച്ച് തമിഴ്നാടും ഈ പറയുന്ന ദേശീയതയ്ക്ക് അങ്ങനെ ഇതായിട്ട് നിന്ന ദ്രാവിഡവാദം ഉള്ളത് ശരി തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും സുബ്രഹ്മണ്യ ഭാരതിയും തുടങ്ങിയ ഒരുപാട് കരുത്തുറ്റ സ്വാതന്ത്ര്യ സമര സേനാനികൾ, അത്രയും കവിതകൾ ഭാരതത്തിനെ കുറിച്ച് അത്രയും പ്രകീർത്തിക്കുന്ന സ്വാതന്ത്ര്യ സമര കാലത്ത് അങ്ങനെയുള്ള ആളുടെ സ്ഥലമാണ്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള തമിഴിൻ്റെ മക്കളെ ഇതിൻ്റെ പേരിൽ ഉയർത്തിക്കൊണ്ട് വന്നുകൊണ്ട് ആ ഒരു സാംസ്കാരിക ഇത് മുന്നോട്ട് വെച്ചുകൊണ്ട് BJP ആ രീതിയിൽ മുന്നോട്ട് പോയാൽ താമസിയാതെ, അതായത് ആരോ പറഞ്ഞ പോലെ ബംഗാൾ കഴിഞ്ഞു ഇനി തമിഴ്നാടാണ് എന്നുള്ളത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ ലക്ഷ്യത്തിൽ എത്തിയിരിക്കും. അതെ, കാരണം ഏറ്റവും കൂടുതലൊരു ഹിന്ദു മനസ്സുള്ള ഒരു സ്ഥലം തന്നെയാണ് തമിഴ്നാട്. ഹിന്ദുത്വം എന്നൊരു സംഭവം അവർക്ക് ഒന്ന് സ്വീകരിക്കാനുള്ളൊരു ടൈം ഉണ്ടാവും. പക്ഷേ എന്നാലും ക്ഷേത്രങ്ങളിൽ ഡെയിലി പോകുന്ന മുരുകഭക്തരായ ആളുകളുള്ള അല്ലെങ്കിൽ ശിവഭക്തരൊക്കെ ആയ ഒരു കോവിലുകളില്ലാത്ത സ്ഥലമില്ലല്ലോ. എവിടെ പോയാലും കോവിലുകളില്ലാത്ത സ്ഥലമില്ല. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം, അത് ആ നാടിൻ്റെ മക്കളായി നിന്നുകൊണ്ട് മാറ്റം വരുത്തിയെടുക്കാൻ, നേരത്തെ പറഞ്ഞ പോലെ ബംഗാളിൽ കൊണ്ടുവന്ന, ബംഗാളിനോട് ചേർന്ന് നിന്നുള്ള ദേശീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ തമിഴ്നാടിനോട് ചേർന്ന് നിന്ന് ആ ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു മുന്നേറ്റം കൊണ്ടുവരാൻ BJPക്ക് കഴിഞ്ഞാൽ തമിഴ്നാടും താമസിയാതെ മാറും. അതിൽ സംശയമില്ല. കുറച്ച് കാലം കൂടെ ഒന്ന് കാത്തിരിക്കണം എന്ന് മാത്രമാണ്.